ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലാനാണ്. ദൈവത്തോട് അടുത്ത് ചെന്നെങ്കിലാണ് ദൈവത്തിന് നമ്മളോടും അടുക്കാൻ പറ്റുകയുള്ളൂ. ദൈവം എൻ്റെ അടുക്കലേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കുകയാണെങ്കിൽ കാര്യം നടക്കില്ല. നാം മുൻകൈ എടുക്കണം. നാം ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. നാം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് കാൽ ചുവട് വെച്ച് ദൈവത്തോട് സമീപിക്കുമ്പോൾ ദൈവം 2 സ്റ്റെപ്പ് നമ്മോട് അടുത്ത് വരും. അപ്പോൾ ആദ്യം നമ്മൾ മുൻകൈ എടുക്കണം. ദൈവം താൻ പ്രവർത്തിക്കാനുള്ളത് ദൈവവും പ്രവർത്തിച്ചോളും. എങ്ങനെ നമുക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റും? ഉപവാസത്തിലും പ്രാർത്ഥനയിലും നമുക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റും. വചന പഠനത്തിലും ധ്യാനത്തിലും ദൈവത്തോട് അടുക്കാൻ പറ്റും. കൂട്ടായ്മ, ഒറ്റ പ്രാർത്ഥനാ കൂട്ടായ്മകൾ മുടക്കാതെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കുകയാണ്. അങ്ങനെ ആത്മീക കാര്യങ്ങളിൽ ഒരു വ്യക്തി ജീവിതം ഉത്സാഹമുള്ള ഒരാളായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം അയാൾ കർത്താവിനോട് ഓരോ ദിവസവും അടുത്ത് 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 വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇന്ന് ആത്മീക കോളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സങ്കടകരമായൊരു വസ്തു എന്ന് പറഞ്ഞാൽ പലർക്കും പ്രാർത്ഥിക്കാൻ ഇഷ്ടമല്ല, ഉപവസിക്കാൻ ഇഷ്ടമല്ല, ദൈവിക കാര്യങ്ങൾക്ക് സമയമുണ്ടായിട്ട് പോലും വരാൻ താല്പര്യപ്പെടാതെ മാറി നിൽക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? അവർ ദൈവത്തിൽ നിന്നും അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ഒരു ദിവസം സംഭവിക്കുന്നത് അവർ പിന്മാറ്റക്കാരായി തീർന്നു എന്നുള്ള ഒരു വാർത്തയായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എബ്രായ ലേഖനക്കാരൻ പറയുന്നു, നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുക, ദൈവത്തിൻ്റെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ ആ കൃപയുടെ ആ ഇരിപ്പിടത്തിലേക്ക് നമ്മളോട് അടുത്തു ചെല്ലുവാൻ പറയുന്ന 2 കാര്യങ്ങൾക്കാണ് അടുത്തെല്ലാം പറയുന്നത്. അത് ആ വാക്യത്തിൽ കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, കരുണ ലഭിക്കുവാൻ അടുത്തു ചെല്ലണം. ദൈവത്തിൽ നിന്നും കരുണ ലഭിക്കണമെങ്കിൽ, ദൈവത്തിൽ നിന്നും ദയ ലഭിക്കണമെങ്കിൽ, ദൈവത്തിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലേണ്ടി ഇരിക്കുന്നു. നമുക്കറിയാം, സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കുഷ്ഠരോഗികളെ അടിച്ചോടിക്കുന്ന ഒരു മതസമ്പ്രദായമായിരുന്നു യഹൂദ മതത്തിലുണ്ടായിരുന്നത്. ഒരു കുഷ്ഠരോഗിക്ക് ഒരിക്കലും പരസ്യമായി നടക്കാൻ പാടില്ല. അവർ പാളയത്തിന് പുറത്ത് പ്രത്യേക ഒരു സ്ഥലത്ത് അവർ പോയി പാർക്കണം. അല്ലാതെ പുറത്ത് കണ്ടാൽ അപകടമാണ്. എങ്ങനെയോ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നുപെട്ടു. ആ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യം ഇത്ര മാത്രമാണ്: കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണമേ. ആ കുഷ്ഠരോഗിയോട് ആരും കരുണ കാണിച്ചിട്ടില്ല, മനസ്സലിവ് കാണിച്ചിട്ടില്ല, ദയവ് കാണിച്ചിട്ടില്ല, ആട്ടി ഓടിക്കുകയാണ്. ഒരു യഹൂദ റബ്ബി പോലും ഒരു ദയയോടെ കുഷ്ഠരോഗികളെ നോക്കിയിട്ടില്ല. യേശുവും അങ്ങനെയുള്ളൊരു റബ്ബി ആയിരിക്കുമോ എന്ന് സംശയിച്ചുകൊണ്ടായിരിക്കും ഈ മനുഷ്യൻ യേശുവിൻ്റെ അരികിൽ ചെന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്: നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധമാക്കണമേ. യേശു എന്താ പറഞ്ഞത്?
എനിക്ക് മനസ്സുണ്ട്, എനിക്ക് നല്ല മനസ്സുണ്ട്, ഞാൻ അതിനായിട്ടാണ് വന്നിരിക്കുന്നത്, എനിക്ക് നല്ല മനസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവൻ്റെ ശരീരത്തിലൊന്ന് തൊട്ടു. എന്നിട്ട് പറഞ്ഞു, ശുദ്ധമാകാൻ പറഞ്ഞു. ആ നിമിഷം അവൻ ശുദ്ധമായി, അവൻ സൗഖ്യമായി, അവൻ കരുണ പ്രാപിച്ചു, അവൻ വിടുതൽ പ്രാപിച്ചു. അപ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് കുഷ്ഠരോഗി അടുത്തു വന്നത് ഒരു ദൈവ കരുണ പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു. അവൻ ചെന്നതുകൊണ്ട് വെറും കയ്യായിട്ട് അവൻ പോയില്ല. അവൻ കരുണ പ്രാപിച്ചിട്ട് സൗഖ്യമായി അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. അപ്പൊ ദൈവത്തോട് അടുക്കുന്നതിന് ഒന്നാമത്തെ കാരണം കരുണ പ്രാപിക്കാനാണ്. 2, തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാൻ. തക്ക സമയം അതിനുള്ള കൃപ പ്രാപിക്കണം. അത് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തലന്മാർ സുവിശേഷം പറഞ്ഞത് നിമിത്തം യഹൂദ മത കോടതി അവരെ അടിച്ച് നഗ്നരാക്കി, നിന്ദിച്ച്, പരിഹസിച്ച് അവർക്ക് തർജനം കൊടുത്തു. ഇനി ഒരിക്കലും യേശുവിനെ കുറിച്ച് ഒരൊറ്റ ആളോട് പോലും പറയാൻ പാടില്ല, ഉപദേശിക്കാൻ പാടില്ല. ഇനി ഉപദേശിച്ചാൽ ശരിയാക്കി കളയും എന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. വല്ലാത്തൊരു പ്രതിസന്ധി. എങ്ങനെ മുന്നോട്ട് പോകും? യേശു പറഞ്ഞത് ഭൂലോകത്തിലൊക്കെയും പോയി സർവ്വസൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണമെന്ന് ഈ ശിഷ്യന്മാർ പറഞ്ഞു. ഇപ്പോൾ യഹൂദ മതം ശക്തമായി പറയുന്നു, ഒരാളോട് പോലും പറയാൻ പാടില്ല. ആര് പറഞ്ഞനുസരിക്കണം? യേശു പറഞ്ഞത് അനുസരിക്കണോ? യഹൂദ മതം പറയുന്നത് അനുസരിക്കണമോ? ഒരു വല്ലാത്ത പ്രതിസന്ധി. എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനൊരു അവസ്ഥയിൽ അപ്പോസ്തലന്മാരും ദൈവസഭയും പോവുകയാണ്. ഇങ്ങനെയുള്ളൊരു അവസ്ഥ നമുക്കും ഉണ്ടാവാം. നമ്മുടെ കുടുംബത്തിലെ കാര്യമായിരിക്കാം, നമ്മുടെ മക്കളുടെ കാര്യമായിരിക്കാം, ഭൗതികമായ കാര്യമായിരിക്കാം, സഭയുടെ കാര്യമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. എന്തു ചെയ്യണമെന്നറിയാതെ ആ തക്ക സമയത്ത് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഒരു സൂചനയുമില്ലാത്ത ഒരു പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോസ്തലന്മാർക്കും ആദിമസഭയ്ക്കും അങ്ങനൊരു അവസ്ഥ ഉണ്ടായി. അവരെന്ത് ചെയ്തു? അവര് അപ്പോസ്തലന്മാർ കൂട്ടാളികളുടെ അടുക്കൽ, ദൈവമക്കളുടെ അടുക്കൽ ചെന്ന് യഹൂദ റബ്ബിമാരും പരീശ പ്രമാണികൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഒരുമനപ്പെട്ട് അവരെല്ലാവരും ചേർന്ന് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് സ്വർഗത്തിലെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ദൈവത്തോട് അടുക്കുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അപ്പോസ്തലന്മാരും ദൈവമക്കളും ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാൻ വേണ്ടി, തക്ക സമയത്ത് പ്രാപിക്കേണ്ട കൃപ പ്രാപിക്കാൻ വേണ്ടി അവരടുത്തു ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർക്ക് കൃപ ലഭിച്ചു. പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. അവരിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി. പരിശുദ്ധാത്മാവ് വീണ്ടും ശക്തിയോടുകൂടെ അപ്പോസ്തലന്മാരുടെ മക്കൾ, ദൈവമക്കളുടെ മേൽ ശക്തിയോടുകൂടെ വന്ന് നിറഞ്ഞു. പിന്നെ അവിടെ പറയുന്നു, അവർ ധൈര്യത്തോടുകൂടെ യേശുവിൻ്റെ സുവിശേഷം പ്രസ്താവിച്ചു വന്നാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു ധൈര്യം അവർക്ക് കിട്ടി? ഇങ്ങനൊരു കൃപ അവർക്ക് എങ്ങനെ കിട്ടി? അവരവിടെ തന്നെ ഇരുന്നെങ്കിൽ, അവർ ദൈവത്തോട് അടുക്കാതിരുന്നുവെങ്കിൽ ഒരു കൃപയും അവർക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും അവർ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക്, ആ പാദപീഠത്തിലേക്ക് അഭയമണഞ്ഞുകൊണ്ട് തങ്ങളെ തന്നെ സ്വയം സമർപ്പിച്ചുകൊണ്ട് അവർ ചെന്നപ്പോൾ, അടുത്തു ചെന്നപ്പോൾ അവർക്ക് തക്ക സമയത്ത് കൃപ പ്രാപിക്കാൻ പറ്റി.
ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തോട് അടുക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഒന്ന്, ദൈവത്തിന്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കും. രണ്ട്, തക്ക സമയത്ത് ദൈവത്തിന്റെ കൃപകൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇത് അവർക്ക് മാത്രമല്ല, നമുക്കും കിട്ടും. പക്ഷേ ദൈവത്തോട് അടുക്കണം, വില കൊടുക്കണം. വില കൊടുത്താൽ നമ്മുടെ സമയമൊക്കെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കുന്ന സമയമൊക്കെ മാറ്റിവെച്ച് വചനധ്യാനത്തിലും പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കുമായി നമ്മളൊന്ന് മാറ്റിവെച്ച് ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ നമ്മളറിയാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നത്, ബന്ധനങ്ങൾ അടിയുന്നത്, പോരാട്ടങ്ങൾ മാറുന്നത്, കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ ചൊരിയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അപ്പം ദൈവത്തോട് അടുത്താൽ ഈ രണ്ട് കാര്യങ്ങൾ ലഭിക്കും. ഒരു കാര്യം കൂടി ഉണ്ട്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ദൈവത്തോട് അടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിപ്പാനുമായി നമ്മൾ എങ്ങനെ കൃപാസനത്തിൻ്റെ അടുക്ക് ചെല്ലണമെന്നാ? ധൈര്യത്തോടെ. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ആർക്കെങ്കിലും ചെല്ലാൻ പറ്റുമോ? ഒരാൾക്കും ചെല്ലാൻ പറ്റില്ല. മഹാപുരോഹിതൻ പോലും ആണ്ടിലൊരിക്കൽ തനിക്കും തൻ്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരം നിർവഹിച്ച ശേഷം പേടിച്ചാണ്, ഭയന്നു വിറച്ചാണ് തിരശ്ശീലക്കപ്പുറമുള്ള അതിപരിശുദ്ധ സ്ഥലത്തേക്ക് അയാൾ പോകുന്നത്. പോയാൽ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പില്ല. അതിന് ഇസ്രായേൽ മക്കൾ ഒരു പദ്ധതി തയ്യാറാക്കി. ഈ പുരോഹിതൻ്റെ അരയിൽ ഒരു മണി കെട്ടിയിട്ടുണ്ട്. ആ മണി അതിൻ്റെ ഉള്ളിലുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുമല്ല. അപ്പം മണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഓർക്കണം, ജീവനുണ്ട്, പുരോഹിതനകത്ത് ജീവനോടെ ഉണ്ട്, ദൈവത്തിൻ്റെ ന്യായവിധി വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മണിയുടെ ശബ്ദം കേൾക്കുന്നില്ല, ഒരനക്കവുമില്ല. എന്നാൽ ബോഡി എടുക്കണ്ടേ, പുരോഹിതന്റെ ബോഡി എടുക്കണ്ടേ? ആരകത്ത് ചെല്ലും? മഹാപുരോഹിതൻ ദൈവത്തിന്റെ ന്യായവിധിയേറ്റ് വീണ് കിടക്കുന്നെങ്കിൽ പിന്നെ ആർക്കെങ്കിലും ചെല്ലാൻ പറ്റുമോ? അതിന് ഇവർ വീണ്ടും ഒരു പദ്ധതി തയ്യാറാക്കി. ഈ അരയിൽ കെട്ടിയിരിക്കുന്ന ആ മണിയോട് ചേർത്ത് ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറ് ജനം നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അനക്കൊന്നും കേൾക്കുന്നില്ല, മണിയടിയുടെ ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ ഉറപ്പിച്ചുകൊള്ളണം, ദൈവത്തിൻ്റെ ന്യായവിധി മഹാപുരോഹിതൻ്റെ മേൽ വന്നു. അദ്ദേഹത്തിൻ്റെ യാഗം ദൈവം സ്വീകരിച്ചിട്ടില്ല. അത് മരിച്ച് വീണ് കിടക്കുകയാണ്. അതിപരിശുദ്ധ സ്ഥലത്ത് പാപവുമായി പോകുന്നവർ ദൈവത്തിൻ്റെ ന്യായവിധിയേറ്റ് മരിക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പന. അപ്പോൾ ആ ഡെഡ് ബോഡി ആരും അകത്ത് ചെന്നെടുക്കാൻ പറ്റില്ല. ചെന്നാൽ അവരെല്ലാം മരിച്ചു വീഴും. പഴയ നിയമത്തിലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ശബ്ദമൊന്നും കേൾക്കാതിരിക്കുന്ന സമയത്ത് ഈ പുറത്ത് നിൽക്കുന്ന ആളുകൾ ആ കയറ് പതുക്കെ വലിച്ചു വലിച്ചു വലിച്ച് തിരശ്ശീലക്ക് പുറത്ത് ആ ബോഡി കൊണ്ടുവരും. എന്നിട്ട് കൊണ്ടുപോയി അടക്കം ചെയ്യണം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ, ദൈവമക്കൾ എങ്ങനെയാണ് ഭയന്ന് വിറച്ചാണ് അവർ ചെന്നത്? വിറയ്ക്കുന്ന ഹൃദയത്തോടെ പോയത്. കാരണം ആടുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം യഥാർത്ഥത്തിൽ പാപപരിഹാരത്തിന് പൂർണ്ണമായും ഉതകുന്നതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ കഥ മാറി. യേശു നമ്മുടെ പാപങ്ങൾ ചുമക്കുന്ന പെസഹ കുഞ്ഞാടാണ്. ഊനമില്ലാത്ത കുഞ്ഞാടാണ്, ഒരു കുറവുമില്ലാത്ത കുഞ്ഞാടാണ്.
ആ കുഞ്ഞാട്, യേശുവാകുന്ന കുഞ്ഞാട് നമ്മുടെ ഈ ലോകത്തിന്റെ സകല പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരം കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ കുഞ്ഞാട് യാഗമായിട്ട് നമ്മുടെ നടുവിൽ നിൽക്കുന്നത് കൊണ്ട്, പിതാവായ ദൈവത്തിന് നമുക്ക് നടുവിൽ ഈ കുഞ്ഞാട് നിൽക്കുന്നത് കൊണ്ട്, ഈ കുഞ്ഞാടിലൂടെ യേശുക്രിസ്തു എന്ന രക്ഷകന്റെ നാമത്തിലൂടെ, ആ രക്ഷകന്റെ സഹായത്തോടുകൂടെ പിതാവിന്റെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ഏതു മനുഷ്യനും, ഏതു വ്യക്തിക്കും, ഏത് കൊടുമ്പാവിക്കും, ഏത് മതത്തിൽപ്പെട്ടവനും, ഏത് ജാതിയിൽപ്പെട്ടവനും ധൈര്യത്തോടെ അടുത്തു ചെല്ലാം. എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ! പുതിയ നിയമവിശ്വാസികളായ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്! എത്ര നന്ദി പറഞ്ഞാലും, എത്ര സ്തുതി പറഞ്ഞാലും, എത്ര ആരാധിച്ചാലും പോരാ പോരാ എന്ന് മാത്രമാണ് ഈ പകൽക്കാലം എനിക്ക് പറയാനുള്ളത്.